സംസ്ഥാനത്ത് മലയാളത്തിന് പകരം സ്പെഷ്യൽ ഇംഗ്ലീഷ് രണ്ടാം ഭാഷാ വിഷയമായി തിരഞ്ഞെടുത്ത മുഴുവൻ 10ാം ക്ലാസ് വിദ്യാർത്ഥികൾക്കും പരീക്ഷാ അനുമതി നൽകി സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ്. വിവിധ കാരണങ്ങളാൽ അനുമതി തടഞ്ഞിരുന്ന 5 ജില്ലകളിലെ 27 വിദ്യാർത്ഥികൾക്ക് കൂടി അനുമതി ലഭിച്ചതോടെ സംസ്ഥാനത്തെ 229 വിദ്യാർത്ഥികളാണ് ഇത്തവണ ഈ വിഭാഗത്തിൽ SSLC പരീക്ഷ എഴുതുന്നത്. സംസ്ഥാനത്തിന് പുറത്ത് കേന്ദ്രീയ വിദ്യാലയങ്ങളിലടക്കം പഠിക്കുകയും 10ാം ക്ലാസ്സിൽ കേരളത്തിൽ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലായി SSLC പരീക്ഷയിൽ സ്പെഷ്യൽ ഇംഗ്ലീഷ് ഭാഷ രണ്ടാം വിഷയമായി എഴുതുകയും ചെയ്യുന്ന 229 വിദ്യാർത്ഥികൾക്കാണ് സർക്കാരിന്റെ ഉത്തരവ് ആശ്വാസവും ഉപരിപഠന സാധ്യതയും ഒരുക്കുന്നത്. ആദ്യഘട്ടത്തിൽ 202 വിദ്യാർത്ഥികൾക്ക് പരീക്ഷ എഴുതുന്നതിനുള്ള അനുമതി ജനുവരി 25-ന് ലഭിച്ചിരുന്നു. തുടർന്ന് 4 ജില്ലകളിലെ 27 വിദ്യാർത്ഥികൾക്ക് കൂടിയാണ് കഴിഞ്ഞ ദിവസം ഇറങ്ങിയ ഉത്തരവ് പഠിച്ച വിഷയത്തിൽ തന്നെ പരീക്ഷ എഴുതാൻ അവസരമൊരുക്കുന്നത്. ഞാൻ ആലപ്പുഴ ജില്ലയിൽ നിന്നുള്ള വിദ്യാർത്ഥിയുടെ രക്ഷകർത്താവാണ്. സംസ്ഥാന SSLC സ്പെഷ്യൽ ഇംഗ്ലീഷ് പഠിച്ച് പരീക്ഷ എഴുതുന്ന ആകെ 229 കുട്ടികളിൽ ഉള്ളത്. അതിൽ ആലപ്പുഴ, പത്തനംതിട്ട, തൃശൂർ, പാലക്കാട്, കോഴിക്കോട് ജില്ലകളിലെ 27 വിദ്യാർത്ഥികൾക്കാണ് അവസാനഘട്ട അനുമതി ലഭിക്കാനിരുന്നത്. പിന്നീട് വിദ്യാർത്ഥികളും ഞങ്ങളും നേരിട്ട് മന്ത്രിക്ക് അപേക്ഷ നൽകിയതോടെ കുട്ടികളുടെ ഭാവി കണക്കിലെടുത്ത് മന്ത്രി ഇക്കാര്യത്തിൽ ഇടപെട്ട് ഉത്തരവിറക്കുകയായിരുന്നു. മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും പഠന തുടർച്ചയ്ക്കായി എത്തുന്ന വിദ്യാർത്ഥികൾക്ക് SSLCക്ക് സ്പെഷ്യൽ ഇംഗ്ലീഷ് പരീക്ഷ എഴുതാൻ അതത് സ്കൂളുകളാണ് വിദ്യാഭ്യാസ വകുപ്പിൽ നിന്നും അനുമതി വാങ്ങേണ്ടത്. അതിന് സ്കൂളുകൾ വിമുഖത കാട്ടിയതോടെയാണ് 5 ജില്ലകളിലായി 27 വിദ്യാർത്ഥികൾക്ക് അനുമതിക്കായി പരീക്ഷ തുടങ്ങാൻ ദിവസങ്ങൾ ശേഷിക്കുന്നിടം വരെ കാത്തിരിക്കേണ്ടി വന്നത്. അടിയന്തര സാഹചര്യം കണക്കിലെടുത്ത് വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടിയാണ് വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും അപേക്ഷയിൽ തീരുമാനമെടുത്ത് ഉത്തരവിറക്കിയത്. അമൃത ന്യൂസ്, കൊച്ചി.